അസ്സലാമലൈക്കും. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം. ഇങ്ങനെ ഒരു ചൊല്ല് പണ്ടെന്നോ സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ അന്വർത്ഥമാക്കുന്ന ചില കാര്യങ്ങൾ വിഭാഗം എന്നറിയപ്പെടുന്ന സുന്നികളിലെ ചില തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്നു. അതെന്താണെന്ന് വെച്ചാൽ വിഭാഗം എന്നറിയപ്പെടുന്ന സംസ്ഥയിലെ ടോപ്പ് നേതൃത്വമാണ് അതിലെ മുഷാവറ അംഗങ്ങൾ. അവരുടെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ എതിരഭിപ്രായങ്ങളും അനുകൂലാഭിപ്രായങ്ങളും പലതുണ്ടാവും, വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാ യോഗത്തിലും ഉണ്ടാവും, എല്ലാവരുടെ യോഗങ്ങളിലും ഉണ്ടാവും, എല്ലാ സംഘടനയുടെയും പാർട്ടിയുടെയും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിനൊരു തീരുമാനം അവസാനം രേഖപ്പെടുത്തപ്പെടും. അത് പുറത്ത് ചാനലുകൾക്ക് കൊടുക്കും, അല്ലേ? ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷേ ഇതിൽ നടന്ന എല്ലാ കുറ്റവും കുറവും അടങ്ങുന്ന കാര്യങ്ങൾ പുറത്ത് ചാനലുകൾക്ക് ആരോ ചോർത്തി കൊടുത്തു. അപ്പം മുഷാവറ തീരുമാനങ്ങൾ പുറത്തെത്തിച്ചു. അതെത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്തവർ കേട്ടോ. ഈ ചാനലുകാരോട് നിങ്ങൾക്ക് ആരാണ് ഈ റിപ്പോർട്ട് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ അവരെ മറുപടി എന്താ? മറ്റ് റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് തരുന്ന ആളുകൾ തന്നെയാണ് ഇത് നൽകിയത്. അപ്പോൾ ഒന്നുകൂടി മനസ്സിലായി, ഇതിന് മുമ്പും ഇതുപോലത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ആളെ ആരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡ് പുറത്തിയാടി. ആരായിരുന്നു? വഹാബുദ്ദീൻ നദവി കൂരിയാട്. അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഒന്നും ഞാനതിൽ കൊടുക്കണില്ല, നിങ്ങൾ കേട്ടതാണ്. ഇദ്ദേഹമാണിത് ചെയ്തത് എന്ന് അറിയുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മളെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഒരു ഇടപെടൽ നടത്തി. കുറ്റക്കാരാരാണെങ്കിലും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇടപെടൽ നടത്തി. ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരാണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ഖേദകരമാണ്. അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിന് ശേഷമാണ് മനസ്സിലായത് നമ്മളാളെന്നെ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പതിക്കാൻ സ്കൂട്ടായി. ഇദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ട് കുറേ ആൾക്കാർ പരാതിയായിട്ട് സമസ്തയായി. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്, എനിക്ക് മറുപടി നൽകാൻ സമയം നൽകിയത് 48 മണിക്കൂറാണ്. ഉമർ ഫൈസിക്ക് ഒരാഴ്ച നൽകി. എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് 1 മണിക്കൂർ കൊടുക്കാൻ പാടില്ല. കാരണം അത്രയും വലിയ തെറ്റാ ചെയ്തത്. കാരണം ഒരു രഹസ്യം ചോർത്തുക എന്ന് പറഞ്ഞാൽ അതും കൂടെ നിന്നിട്ടേ, അല്ലേ? അപ്പോൾ അത് പിക്കാർ പറഞ്ഞാൽ തോന്നും അത് സംഘടനാപരമായ വിരോധം കൊണ്ട് പറയണം. ഇവർ രണ്ട് പിക്ക് അല്ലാത്തൊരു വിഭാഗം ഉണ്ടല്ലോ, 2 വിഭാഗമുണ്ട് സുന്നികൾക്ക്, ജമിയത്തുൽ ഉലമ. അതിലൊരു ജമിയത്തുൽ ഉലമയാണ് നമ്മൾ സംസ്ഥാന എന്ന് വിളിക്കുന്ന. അവർക്ക് ഈ വിഷയത്തിൽ എന്താ പറയുള്ളത്? സമസ്ത മുഷാവറയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ. വിവാദങ്ങൾക്ക് ശേഷം നടന്ന സുപ്രധാന ചർച്ചകളിലെ സംഭവങ്ങൾ പുറത്തറിയുന്നത്